ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ത്രിപുരയിലുള്ളതുകൊണ്ട് നമുക്കിവിടെ ത്രിപുരയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടുത്തെ ഓട്ടോൻ്റെ കാര്യം നമുക്ക് ആദ്യം തുടങ്ങാം. കാരണം നമ്മളിപ്പോൾ ഓട്ടോയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഓട്ടോകൾക്കും അടിപൊളി ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കർശനമായിട്ട് വേണമെന്നുള്ളത് കൊണ്ടായിരിക്കും കണ്ടില്ലേ, അടിപൊളി ഡോറെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാ ഓട്ടോകൾക്കും. പിന്നെ അതുപോലെ കൂടുതലായിട്ട് നമ്മൾ പഴയ കാലത്തുള്ള നമ്മൾ കിക്കർ വലിച്ച് കൈകൊണ്ട് കിക്കർ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയുണ്ടല്ലോ ഓട്ടോ, അങ്ങനത്തെ വണ്ടികളെ കൂടുതലും കാണാൻ പറ്റുക. പിന്നെ പുതിയ മോഡൽ ബജാജ് ഡീസൽ വണ്ടികളും കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ കൂടുതലും വനഭൂമിയാണ്. മിസോറാം, ആസാം, മേഘാലയയുമായി അന്തർ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ത്രിപുര ബംഗ്ലാദേശുമായിട്ട് രാജ്യാന്തര അതിർത്തിയും പങ്കിടുന്നുണ്ട്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറഞ്ഞാൽ ബംഗാളി, കോക്ക്, ബോറക് എന്നിവയാണ്. ഇവിടെ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലും സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളിൽ ഇറക്കുമതി ചെയ്യാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ തേയില കൃഷിയും റബ്ബർ കൃഷിയും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പഴയ കാലത്തുള്ള സൈക്കിൾ റിക്ഷകളും അതുപോലെ കുറേ കാണാൻ പറ്റും. അവയിൽ ചവിട്ടാനും പറ്റുന്നവയാണ്. പിന്നെ അതുപോലെ ബാറ്ററി വെച്ചിട്ട് ഓടിക്കാനും പറ്റുന്നവയാണ് ഈ സൈക്കിൾ റിക്ഷകൾ. പിന്നെ ബസ് സർവീസ് നടത്തുന്ന പോലെ തന്നെ ഇവിടെ കുറേ പഴയ കാലത്തുള്ള ജീപ്പുകൾ, അതും ഇതുപോലെ ബസ് സർവീസ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ കൃഷിസ്ഥലങ്ങളെല്ലാം നികത്തിയിട്ടേ കണ്ടോ ബിൽഡിങ് ഇടുന്നുണ്ടോ, അതാണ്ടോ കൃഷിസ്ഥലങ്ങളിലെല്ലാം നികത്തി ബിൽഡിങ്, പുതിയ പുതിയ ബിൽഡിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിലെല്ലാം കുറച്ച് മോശപ്പെട്ട റോഡാണെങ്കിലും മറ്റും ടൗൺ ഏരിയകളിലും മറ്റും കുഴപ്പമില്ലാത്ത റോഡുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ബംഗാളിലത്തെ കുറേ ലോറികൾ കണ്ടില്ലേ, പഴയ വണ്ടികൾ. അതുപോലെ ഒരുപാട് പഴയ വണ്ടികളൊന്നും ഇവിടെ കാണാൻ പറ്റിയില്ല. എന്നാലും വണ്ടികൾ പഴയതുണ്ടെങ്കിലും ബംഗാളത്തോട് അത്രയും വലിയ പഴയ വണ്ടികളൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല കേട്ടോ.